ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഉത്സവം ഇന്ന് കൂടി കയറിയിട്ടോ. നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഉത്സവം. അതാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് മറ്റുള്ള ഓരോ പ്രദേശത്തെ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തുള്ള ഒരു ആളുകളെ, ആ പ്രദേശത്തുള്ള ആളുകൾ ഒരു ഉത്സവമാണ് അല്ലേ. പക്ഷേ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പ്രത്യേകത അതല്ല. ഗുരുവായൂർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഉത്സവം. അത് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇന്ത്യയിൽ തന്നെ, ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. അത് കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ, രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ, ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനത്തുള്ള ആളുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന, ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഉത്സവം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉത്സവത്തിന് കൊടികയറി ഉച്ചയ്ക്കൊരു 3 മണിയോടെ കൂടിയിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ പിന്നെ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആനയോട്ടം തുടങ്ങി. ആനയോട്ടം നമ്മുടെ രവികൃഷ്ണ ആനയാണ് വിജയിച്ചത്. ഒരു 8:45 ആയപ്പോഴാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞത്. ഇനി 10 ദിവസം ഉത്സവത്തിൻ്റെ ആഘോഷമാണ് ഗുരുവായൂർ. ഈ 10 ദിവസം ഉത്സവത്തിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായൂർ പ്രദേശത്തിന് പുറത്തുള്ള ആളുകളൊക്കെ വിചാരിക്കും ഗുരുവായൂർ എന്നും ഒരു ഉത്സവത്തിൻ്റെ ഒരു അനുഭവമുള്ള ഒരു ക്ഷേത്രമല്ലേ, എപ്പോഴും ആഘോഷം തന്നെയല്ലേ. അത് ശരി തന്നെയാണ്, പക്ഷേ അതുക്കും മേലെയാണത് ഈ 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മളൊക്കെ ഒരു ഭക്ഷണപ്രിയനൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഇനി 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് എല്ലാ വീടുകളിലും, ഗുരുവായൂർ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കഞ്ഞി, പുഴുക്ക്, പപ്പടം. ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പകർച്ച എന്നാണ് പറയുക. എല്ലാ വീടുകളിലും ഇതായിരിക്കും, നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും. അതുപോലെ തന്നെ വൈകിട്ട് നമ്മുടെ ചോറും അതുപോലെ രസക്കാളൻ, പപ്പടം, ഇതൊക്കെ ഈ വീടുകളിൽ, എല്ലാ പ്രദേശത്തെ എല്ലാ വീടുകളിലും എത്തും. അതിന് പകർച്ച എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പകർച്ചയാണ്. പിന്നെ അതിന് പുറമെ നമ്മുടെ ദേവസ്വം തന്നെ തെക്കേ നടയിൽ പ്രത്യേകം സജ്ജാക്കിയിട്ടുള്ള പന്തല്, പിന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവത്തിൻ്റെ ഈ ഭക്ഷണത്തിനുള്ള, പിന്നെ നാളേക്ക് തയ്യാറാക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള, പിന്നെ ഓരോ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും അതുപോലുള്ള എല്ലാ പാചകങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ആൾ വിചാരിക്കും ഗുരുവായൂർ എന്നും ഒരു ഉത്സവത്തിൻ്റെ വൈബുള്ളൊരു ക്ഷേത്രമാണെന്ന്. പക്ഷേ ഈ ഉത്സവം 10 ദിവസം വളരെ ആഘോഷമാണ്. പിന്നെ ഈ ആറാട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഉത്സവം അവസാനിക്കുക. ആറാട്ട് നമ്മൾ തീർത്ഥകുളത്തിൽ കുളിച്ച്, ആറാട്ട് കുളിച്ചതിന് ശേഷം കൊടിയിറക്കുന്നുണ്ട്. അതിനുശേഷം ഉത്സവം അവസാനിക്കും 10 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കുറച്ച് വീഡിയോകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പുറത്ത് ഒരുപാട് നമ്മളെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പുറത്ത് ഇപ്പോൾ നഗരസഭയാണെങ്കിലും അവിടെ ഉത്സവം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ നമ്മുടെ ഗുരുവായൂർ പ്രദേശത്ത് എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ് ഈ 10 ദിവസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉത്സവത്തിൽ പങ്കാളികളാവുക. നമ്മുടെ ഗുരുവായൂർ ഉത്സവത്തിൽ, ഉത്സവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം. ഗുരുവായൂർ ഉത്സവമൊക്കെ 10 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും വന്ന് ഗുരുവായൂർ ഉത്സവം ഒന്ന് കാണണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും വരിക, ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തി പോവുക, ക്ഷേത്രത്തിൽ വരിക. ഗുരുവായൂർ ഉത്സവത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുക, വന്നിട്ട് കണ്ട് അനുഭവിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി പിന്നെ ഓരോ 10 ദിവസങ്ങൾ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.